കുഞ്ഞുങ്ങളുടെ രക്ഷയും അവരുടെ അതിനുശേഷമുള്ള വെള്ളത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ ആധുനിക ലോകത്തിലെ ജീവിതത്തിൽ അത് കാണുന്നത് വളരെ സന്തോഷം തന്നെയാണ്. വിശ്വാസികളായിട്ടുള്ള നമുക്ക് ഇതിൽ കൂടുതലൊന്ന് പ്രതീക്ഷിക്കാനില്ല. ഇതാണ് ഉപാധികമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായിട്ട് വളരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്. വെള്ളത്തിൽ സാക്ഷീകരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ ദൈവമേ, അവിടുത്തെ പുത്രൻ മൂലം ഞങ്ങൾക്ക് അധ്യക്ഷനിലേക്ക് എടുത്തിടുവാൻ തന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തെ അപ്പാപിതാവ് എന്ന് വിളിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു, നിന്നിൽ നിന്നും വഴിതെറ്റിപ്പോയ ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളുടെ താഴെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് ഞങ്ങളെ രക്ഷിപ്പാനായിട്ട് അയച്ചു. ഈ ലോകത്തിൽ വന്നപ്പോഴോ കാൽവറിയിലെ ക്രൂശിൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് മൂന്നാണിമേൽ തൂങ്ങി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. എന്നാൽ മരണം അടക്കി വെക്കുവാൻ സാധിച്ചില്ല. കല്ലറകളെ തകർത്തുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അതുമാത്രവുമല്ല, ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഞങ്ങളെ കൂട്ടിച്ചേർപ്പാനായിട്ട് അവിടുന്ന് വേഗം വരും. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ലോകസംഭവങ്ങളൊക്കെയും വിളിച്ചറിയിക്കുന്നത് മനുഷ്യപുത്രൻ്റെ വരവ് വാതിൽക്ക് തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൂട്ടാളിയും ഞങ്ങളുടെ നടത്തിപ്പുകാരനുമായിട്ട് ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വെള്ളത്തിലുള്ള സാക്ഷീകരണത്തിനായിട്ട് വന്ന് കൂടിയിട്ടുള്ള ഞങ്ങളുടെ ഇത്രയും പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അവരുടെ ജീവിതത്തിലെ ഭാവിയിലും അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ അവിടുന്ന് തന്നെ നടത്തിപ്പുകാരനായിരിക്കണം. ഈ വല്ലാത്ത ലോകത്തിൽ അവർക്ക് ജീവിപ്പാൻ വേണ്ടുന്ന കൃപ നൽകി കൊടുക്കണമേ. ലോകത്തിൻ്റെ വഴികളിൽ വീണു പോകാതെ, നശിച്ചു പോകാൻ ഇടയാകാതെ നിന്റെ കുഞ്ഞുങ്ങളായി തന്നെ അവർ വളർന്നു വരുവാനും നിന്റെ വചനത്തിൽ ഉറപ്പുവരുത്തുവാനും വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാനും അവരെ സഹായിക്കുകയും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരോട് കൂടെ ഇരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അവിടുത്തേക്ക് തന്നെ ഇരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോട് സ്തുതിക്കുന്നു. സകലത്തിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഏറ്റവും വിനയമായിട്ട് ചോദിക്കുന്നു. പ്രിയ പിതാവേ, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. May the name of the Lord be glorified. I would like to start off by thanking God for how good He has been to me throughout the past few years by helping me adjust to starting high school and move to a more intense workload I gained in my sophomore year. Growing up, I found many spiritual mentors who instilled a love of God within me. My Sunday school teachers at church who always helped me understand the Bible more thoroughly. My parents and grandparents and family who displayed an example of how to live out what we learned in church every day. And going to a Christian elementary and middle school, which allowed me to flourish in faith. So it was a big change for me starting Catholic high school, in which I would sit in theology classes where I was hearing all these different views, and it challenged me to gain a deeper knowledge of my own faith. By studying the Word and spending time with Him in prayer, I have come to receive an understanding of Christ and His true sacrifice for me and my sin. I want to represent the light of Christ and His impact on me in every single one of my actions, which is why I desire to obey the Lord's command in entering the waters of baptism. As Romans 6:4 says, therefore we have been buried with Him through baptism into death, in order that just as Christ was raised from the dead through the glory of the Father, so also we may live a new way of life. Please turn with me to Philippians 3:7-12. Philippians 3:7-12.
What things were gained to me, these I have counted loss for Christ. Yet indeed I also count all things lost for the excellence of the knowledge of Jesus Christ my Lord, for whom I have suffered the loss of all things, and count them as rubbish, that I may gain Christ, and be found in him, not having my own righteousness, which is from the law, but which is through faith in Christ, the righteousness which is from God by faith, that I may know him, and the power of his resurrection, and the fellowship of his suffering, being conformed to his death, if by any means I have attained to the resurrection from the dead. Not that I have already attained or am already perfected, but I press on, that I may lay hold of that which Christ Jesus has also laid hold of. These are the verses that I turn to on days when my physical and mental strength is running low, and I remind myself to lean on him, and that all I do is for his glory. I would like to thank all of you who have kept me in your prayers, kept me in my health in your prayers this past week. I ask that you continue in these prayers. Thank you. May the name of the Lord be glorified. My order today is so that I can proclaim to the world that I belong to Christ and that is the truth. I therefore want to enter the waters of baptism with the act of obedience and the act of trust. I therefore want to read a verse from Romans 6, verse 4. We were therefore buried with him through baptism into death, in order that just as Christ was raised from the dead through the glory of the Father, we too may live in new life. Thank you. I'd like to read Romans 10:9. That if you confess with your mouth the Lord Jesus has believed in your heart that God has raised him from the dead, you will be saved. God has helped me through my entire life and has guided me in his way, even at the point in my life where God wasn't the one I would first go to when I'm having a hard time. I believe Jesus Christ died for me, and I accept him as my Lord and Savior. I want to take the next step by taking water baptism. Please pray for me and my journey with the Lord. Thank you. It's my joy and honor to be here this evening, this special occasion. Not only as elder assembly and first leaders for these young people, as the father of my daughter as well. So it's a privilege that I get to baptize my own daughter. For our short meditation, and I promise it'll be short. I know that we're sitting here in the sun and it's very, very warm. 10, 15 minutes ago, we were worried that it was going to pour rain, so we had all this set up. So, sometimes Minnie was praying, please let the sun come out. Now we're saying the opposite. So, so the Lord has his own way of managing things. Let's turn to a passage in the Bible, Acts chapter 8. I want to read quickly from verses 26 to 40. Acts 8, 26 to 40. Very familiar passage, a very descriptive passage of what happens when someone wants to get baptized. Verse 26, now an angel of the Lord spoke to Philip, saying, arise and go toward the south along the road which goes down from Jerusalem to Gaza. This is the desert. So he rose and went, and behold, a man of Ethiopia, a eunuch of great authority, under Candace, the queen of the Ethiopians, who had charge of all her treasury, and had come to Jerusalem to worship, was returning and sitting in his chariot, and he was reading Isaiah the prophet. And the Spirit said to Philip, go near and overtake this chariot. So Philip ran to him and heard him reading the prophet Isaiah and said, do you understand what you are reading? And he said, how can I unless someone guides me? And he asked Philip to come up and sit with him. The place in the scripture which he read was this: he was led as a sheep to the slaughter, and as a lamb before its shears is silent, so he opened not his mouth. In his humiliation, his justice was taken away, and who will declare his generation? For his life is taken from the earth. So the eunuch answered Philip and said, I ask you, of whom does the prophet say this? Of himself or of some other man?
And Philip opened his mouth and beginning at this scripture, preached Jesus to them. Now as they went down the road, they came to some water, and the eunuch said, "See, here is water. What hinders me from being baptized?" Then Philip said, "If you believe with all your heart, you may." And he answered and said, "I believe that Jesus Christ is the Son of God." So he commanded the chariot to stand still. And though Philip and the eunuch went down into the water, and he baptized. And when they came up out of the water, the Spirit of the Lord caught Philip away, so that the eunuch saw him no more. And he went on his way, rejoicing. But Philip was found in Azotus, and passing through, he preached it in all the cities, till he came to Caesarea. May the Lord bless the reading of his word. We see two characters here, right? We see a eunuch, and we see Philip, the evangelist. Now, how would we describe this eunuch? Well, we know for a fact that he was a worshiper. Why was he on this journey? He traveled a great length just to come to Jerusalem, and the word is very clear. He came to worship. He came because he believed that the Lord Jesus Christ, that God deserved his worship. And as he was coming back from his trip, he's reading the book of Isaiah. And the area puzzles him. This person, this eunuch, we can see is a very genuine person. And we know from the Gospel of John that Jesus Christ said that the Father is seeking true worshipers. And that's exactly what the eunuch was. He just needed to know who he was reading about. He was reading Isaiah, and the passage is very interesting. If you look at the passage, he said he was led as a sheep to the slaughter. In his humiliation, his justice was taken away. It talks of innocence. It talks of a lack of justice. What a great picture of exactly what Jesus Christ came to do. He was reading of Jesus Christ, the lamb that was led to the slaughter, the innocent lamb, to whom justice was ascribed, even though we were the ones that deserved that justice. The second person we see here is Philip. He's an evangelist, and he was brought to this specific place at this specific time for one very specific reason, to preach the gospel of Jesus Christ. Look at this. Look at how this is written. It says that when the eunuch asked the question, "Who is this about?" then Philip opened his mouth. I love that phrasing. Philip opened his mouth because the Lord had brought him there to open his mouth. Brothers and sisters, you may be in a position, you may be in a place where you are called upon to open your mouth. And when you are called upon to open your mouth, you preach Jesus Christ. That's what it says. He says, then Philip opened his mouth, and beginning at this scripture, preached Jesus to him. Now the question that I really want to spend some time in is the question that the eunuch asked. What hinders me? What hinders me from being baptized? Now that's a question we all should be asking ourselves, right? Not just a question of what hinders me from being baptized. What hinders me from accepting Christ as my Savior? What hinders me from working harder for His kingdom? What hinders me from opening my mouth and proclaiming Jesus Christ as God? There are a lot of things that you can say to answer that question, right? I can pick someone and say, what hinders you from this? What hinders you from that? And you may say it may be some lack of resource. It may be shame. It may be embarrassment. It may be inconvenience. There may be many ways to answer the question, what hinders me from doing anything for the Lord? But Philip said very clearly, if you believe that Jesus Christ is the Lord, then you may be baptized. Brothers and sisters, some of you sit here and you believe that Jesus Christ is the Lord. If that is the case, then the question I ask you is, what hinders you from working for His kingdom? Some of you are sitting here and you may not know Lord Jesus Christ as your Savior. Then the question I ask you is, what hinders you? What prevents you from accepting Him as your Savior? He who was the lamb that was slain, the innocent lamb that was slain for your sins, so that the justice that you deserved was upon Him instead. That's the question I want you to think about. Now think about this. I said there were two characters. That's not true, right? There's more than two people here. First of all, we have an entire caravan that was going with the eunuch. And they were all listening.
They all heard this testimony. They heard and saw what was happening. They saw this eunuch accept Christ as their Savior and go down into the water to be baptized. You're about to watch 3 young people do exactly the same thing. Don't be a passive audience. Be the audience that says, I will do more for Jesus Christ, or I will accept Him as my Savior, or I will declare to the world my salvation by being baptized. And that brings us to the final character, the most important character, the one that I didn't mention at all. This passage began with, now the angel of the Lord spoke to Philip. It ends with, verse 39, the Spirit of the Lord caught Philip and took him away. God was the silent third character. The character who makes all the difference, right? The character who put Philip and the eunuch together, miraculously. The one who brought them to this place, to this time, for the eunuch to have his mind opened, a true worshiper who needed to know what he was worshiping. And in so doing, this man, his caravan, and his life, and all the people that he would see on his journeys would be affected because the Spirit of the Lord got involved. Let me ask you a question. If you feel the pricking of the Spirit of the Lord in your heart, the question that He's asking you is, what hinders you? What hinders you from being more involved, more effective, more enthused for the things of God? These 3 young people, Daniel, Caleb, and Helena, had made the decision that nothing hinders them. Nothing's holding them back from this step, this important step, to declare to the world what the Lord Jesus Christ means to them. This doesn't get them saved. Let's be clear. Baptism is not to salvation. It's a reflection of what has already happened in their hearts. They are saved. They are dear ones of Jesus. They are His accepted ones. Now, they declare this to the world. And so when you declare it to the world, it's like any other testimony you make. You have to stand by it. And you have to ask yourselves and ask them to ask themselves, what hinders you from moving forward in your Christian life? Let's keep these dear ones in prayer, and let us all ask ourselves this question: what hinders us in our work for Jesus Christ? We're now going to begin our baptism service. I'm going to enter the water, and I'm going to ask our young people to follow forward. I'm going to ask Preston to come forward and lead us in some hymns during the service. Elena, do you believe that Jesus Christ is the Son of God? Yes. Do you believe that Jesus Christ died and rose again and is in heaven waiting for you? Yes. Have you accepted Jesus Christ as your Savior? Then in accordance with this confession, by the Scripture, in the name of the Father, the Son, and the Holy Spirit, I baptize you. Oh, to Jesus I surrender, oh, to Him I freely give. I will ever love and trust Him in His presence.
Jesus Christ is the Son of God? Yes. Do you believe that Jesus Christ died and rose again and sits in heaven waiting for you? Yes. Have you accepted him as your Savior? Then Caleb, in accordance with the Scripture by this confession, I baptize you in the name of the Father, the Son, and the Holy Spirit. Daniel, do you believe that Jesus Christ is the Son of God? Do you believe that Jesus Christ died and rose again and is in heaven waiting for you? Have you accepted Jesus Christ as your Savior? And Daniel, by this confession of faith in accordance with the Scripture, I baptize you in the name of the Father, the Son, and the Holy Spirit. There is a fountain filled with blood drawn from Emmanuel's spring, and sinners must beneath that flood, whose all their guilty stain, whose all their guilty stain, whose all their guilty stain, and sinners must beneath that flood, whose all their guilty stain. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ മഹാഭാഗ്യം ലഭിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. സുഖശാരീരമായി തീർന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, പിതാവേ, അവിടുന്ന് മഹാദൈവമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്തു. അവിടുന്ന് സകലജരാചരങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരെയും അവിടുന്ന് അവിടുത്തെ കരങ്ങളാൽ സൃഷ്ടിച്ച ദൈവമായി നന്ദിയോട് സ്തോത്രം ചെയ്തു. എന്നാൽ മനുഷ്യർ ദൈവത്തെ അറിയാത്തവരായിട്ട് പാപവഴിയിലേക്ക് പോയപ്പോൾ അവനെ ദൈവം സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു മാർഗമില്ലാതെ ഇരുന്ന സമയത്ത് കർത്താവ് വാഗ്ദാനം ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും കർത്താവേ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കും. മാത്രമല്ല, ഞങ്ങളെ പിൻതലമുറയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങുകയും ദൈവം അംഗീകരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അവര് ജലത്തിൽ കർത്താവിനെ സാക്ഷി അവരെ മൂന്നുപേരെയും തരികയാണ് കർത്താവേ. അവരെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തുടർന്നുള്ള ജീവിതം കർത്താവിന്റെ മൗത്തിന് വേണ്ടി കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ അവരെ സഹായിക്കണം. അവരുടെ പേരൻസിനായിട്ട് അവരെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ ഉറപ്പിക്കുന്നതിന് മാത്രമല്ല, ദൈവ വഴിയിൽ വളർത്തുവാൻ ദൈവം അവരെ സഹായിച്ചു. അതോട് നന്ദിയോട് സ്തോത്രം ചെയ്തു. കർത്താവേ, നിന്റെ ആശ്രയം അവിടുന്ന് വെളിപ്പെടുത്തിനായി സ്തോത്രം. ശുശ്രൂഷ അനുഗ്രഹത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അതിന്റെ സാക്ഷിയായിരിക്കാൻ സഹായിക്കാനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും കർത്താവെ സ്നാനം സ്വീകരിക്കാത്തവരായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷകോട് പ്രാപിക്കുവാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവോട് ഇടപെടുവാനാകട്ടെ. കർത്താവേ, ഇത് അവരുടെ ഹൃദയത്തിൽ വലിയ ചോദ്യമായി നിൽക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു.
ആ ഭാഗ്യമായ പ്രത്യാശയിലേക്ക് നടത്തുന്ന ദൈവമായിരിക്കുന്നോട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രമല്ല ദൈവങ്ങളായ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സൗഭാഗ്യനായിട്ട് സ്തോത്രം. കർത്താവും വീണ്ടും വരുന്നവരാകിയാൽ സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണ്ടവേ എന്നുള്ള വീണ്ടും ഈ പ്രാർത്ഥന ദൈവസ്ഥലം സമർപ്പിക്കുകയാണ്. കൃപയുണ്ടായി ചെയ്യുവാൻ